ഇന്നൊരു നല്ല മീൻകറി ഉണ്ടാക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്കൊരു ചട്ടിയിലേക്ക് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കണം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ആ സമയത്ത് ഇതിലേക്ക് ഒരല്പം ഉലുവ ചേർത്ത് പൊട്ടിച്ചു കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്കൊരു ഏകദേശം 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു 3 കഷ്ണം ചുമന്നുള്ളിയും 3 കഷ്ണം വെളുത്തുള്ളിയും മീഡിയം സൈസിലുള്ള 1 കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂണോളം ചതച്ച കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടിയുടെ പച്ചച്ചുവയെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം. ചെറിയ കപ്പിന് 2 കപ്പ് തേങ്ങ മിക്സിയിലിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പോരാത്ത വെള്ളം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചൊന്ന് കറക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കഷ്ണം കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. നന്നായിട്ട് കറി ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം. ഏകദേശം 1/2 കിലോ മീനാണ് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. കറി തിളച്ച് വരുന്നത് വരെ ഫ്ലെയിം കൂട്ടി വയ്ക്കാം. നന്നായിട്ട് കറി തിളച്ച് വരുമ്പോഴേക്കും വീണ്ടും ഒന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു കുറഞ്ഞ ഫ്ലെയിമിൽ ഏകദേശം ഒരു 12-13 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 13 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് കറി നന്നായിട്ട് വറ്റി എണ്ണ തെളിഞ്ഞ് വരും. ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കാം. നല്ല നാടൻ രുചിയിലുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്.